ഹലോ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കിതാബുൽ ലിസാൻ 5ാം ക്ലാസ്സിലെ അതിലെ 3ാമത്തെ പാഠം, ലാ തക്ദിബ് അബദ, നീ ഒരിക്കലും കളവ് പറയരുത്. നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം. പാഠത്തിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ജുംലത്തു ഫീലിയ, ഫീലിയായ ജുംലകളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഫെയിലും ഫായിലും കൂടിയാണ് ഫെയിലിയായ ജുംല ഉണ്ടാകുന്നത്. അപ്പൊ ഈ പാഠത്തില് നമ്മൾ ഫെയിലിയായ ജുംല ഉണ്ടാക്കാൻ പരിശീലിക്കണം. ഫീല് കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംലകള് ക്രിയാവാക്യം എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാം. ക്രിയാവാക്യം സാധാരണയായി ക്രിയയും കർത്താവും ചേർന്നാണ്, അതായത് ഫെയിലും ഫായിലും ചേർന്നാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. ജുംല എന്നാൽ സെന്റൻസ് തുടങ്ങുന്നത് മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ പാഠത്തില് ഇസ്മിയായ ജുംലകൾ, പേരുകൊണ്ട് തുടങ്ങുന്ന ജുംലകൾ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ഈ പാഠഭാഗത്തില് വന്നത് നമുക്ക് അറബി മലയാളം ചാപ്റ്റർ വായിക്കുന്നത് പോലെ ഞാനൊന്ന് വായിക്കാം. പിന്നെ അതിൽ നിന്ന് ചെറിയ വേർഡ്സുകളൊക്കെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാന് പാഠത്തിന്റെ അവസാനത്തിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടി മനസ്സിലാക്കാം. മതവിജ്ഞാനം തേടിക്കൊണ്ട് ഒരു കുട്ടി ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു. പുറപ്പെടുമ്പോൾ മാതാവ് 40 സ്വർണ്ണ നാണയങ്ങൾ കുട്ടിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ, നീ സത്യം മാത്രമേ പറയാവൂ, ഒരിക്കലും കളവ് പറയരുത്. ഒരു യാത്രാ സംഘത്തോടൊപ്പം കുട്ടി യാത്ര ചെയ്തു. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് കള്ളന്മാരിൽപ്പെട്ട ഒരു സംഘം യാത്രാ സംഘത്തെ പിടികൂടി. അങ്ങനെ ഒരു കള്ളൻ കുട്ടിയോട് ചോദിച്ചു, നിന്റെ അരികിൽ എന്തുണ്ട്? 40 ദിനാർ സ്വർണ്ണ നാണയമുണ്ടെന്ന് കുട്ടി മറുപടി നൽകി. കളവ് പറയുകയാണെന്ന് ധരിച്ച് കള്ളൻ കുട്ടിയെ കള്ളന്മാരുടെ നേതാവിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. കബീരിൽ ലുസൂസ്, കള്ളന്മാരുടെ നേതാവ്, ലുസൂസ് കള്ളൻ. തുടർന്ന് ആ നേതാവ് കുട്ടിയോട്, തിഫ്ലു മാമാക്ക, കുട്ടിയോട്, മാമാക്ക, നിന്റെ കയ്യിൽ എന്തുണ്ട്? കാല മഴയെ 40 ദിനാറും, കുട്ടി വീണ്ടും പറഞ്ഞു, എന്റെ കയ്യില് 40 ദിനാർ സ്വർണ്ണ നാണയമുണ്ട് എന്ന് പറഞ്ഞ് അത് എടുത്തു കാണിച്ചു കൊടുത്തു. നിന്നെ സത്യം പറയാൻ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? കള്ളന്റെ ചോദ്യത്തിന് കുട്ടിയുടെ മറുപടി ഇങ്ങനെ, മോനെ, നീ സത്യമേ പറയാവൂ, കളവ് പറയരുത് എന്ന് എൻ്റെ ഉമ്മ എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ സമയം കള്ളന്മാരുടെ നേതാവ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞു മോനെ, നീ നിന്റെ മാതാവിന് എതിർ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ല, അതിനെ നീ ഭയപ്പെടുന്നു. ഞാൻ എൻ്റെ റബ്ബിന് എതിർ പ്രവർത്തിക്കാൻ ഭയപ്പെടുന്നില്ല എന്ന് കള്ളന്മാരുടെ നേതാവ് കുട്ടിയോട് പറയുകയാണ്. അങ്ങനെ അദ്ദേഹവും മറ്റു കള്ളന്മാരും ഖേദിച്ച് മടങ്ങി, തൗബ ചെയ്ത് മടങ്ങി. ഈ കുട്ടിയാണ് പിന്നീട് അഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു എന്ന പേരില്, അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹു എന്ന പേരിൽ പ്രസിദ്ധനായത്. ഇപ്പൊ പാഠഭാഗത്തില് ഫെയിലിയായ ജുംലയോട് കൂടി വന്ന വേർഡ്സുകൾ താഴെ ബോക്സിൽ നമുക്ക് നോക്കാം. എന്താണ്? ഖറജ തിഫ്ലും ഇലൽ ബാഗ്ദാദ്, എന്താണ്? കുട്ടി ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു. അടുത്തതോ, സാഫറ തിഫ്ലു മാ ഖാഫിലത്തിൻ, എന്താണ്? യാത്രാ സംഘത്തോടൊപ്പമാണ് കുട്ടി യാത്ര പോയത്. യാത്രാ സംഘത്തോടൊപ്പമാണ് കുട്ടി യാത്ര പോയത്. അടുത്തത്, അഴുത്തുഹു ഉമ്മുഹു 40 ദീനാറൻ, കുട്ടിക്ക് മാതാവ് 40 സ്വർണ്ണ നാണയം നൽകി. അഹദ ജമാഅത്തും മിനൽ ലുസൂസിൽ ഖാഫിലത്ത, കള്ളന്മാരിൽപ്പെട്ട ഒരു സംഘം ആളുകൾ യാത്രാ സംഘത്തെ പിടികൂടി. അപ്പൊ അതില് ഫെയിലിയായ ജുംലകൾ വന്നത് മനസ്സിലാക്കാം. ഇനി അടുത്തത് എന്താണ്? നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് ചേർത്തിട്ട് അവിടെ ഫെയിലിയായ ജുംല പൂർത്തിയാക്കി കൊടുക്കണം. എന്താണ്? ഖറഅൽ വലദു, കുട്ടി വായിച്ചു. എന്താണ് വായിച്ചത്? അൽ കിതാബു, കിതാബ്, കുട്ടി പുസ്തകം വായിച്ചു. അപ്പോൾ അൽ കിതാബ് എന്ന് നമുക്ക് അവിടെ എഴുതാം. അടുത്ത ബക്കാ തിഫ്ലു, ബക്കാ ഡാഷ് ഫില്ലൈലി, എന്താണ്? കരഞ്ഞു. ഫില്ലൈലി, രാത്രി. ആര്? അത്തിഫ്ലു, കുട്ടിയാണ് രാത്രി കരഞ്ഞത്, കുട്ടി രാത്രി കരഞ്ഞു. ഇനിയാ ഡാഷ് ഔലാദു ഇലൽ മദ്രസത്തി, കുട്ടികൾ മദ്രസയിലേക്ക്. അപ്പൊ എന്താണ്? ഖറജ, പുറപ്പെട്ടു, കുട്ടികൾ മദ്രസയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ അത് മനസ്സിലാക്കാം. ഇനി താഴെ നമുക്കതിന്റെ അർത്ഥം മനസ്സിലാക്കാം. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു.
അത് അജാബ, അജാബ ഉത്തരം നൽകി. ബക്ക കരഞ്ഞു. മീനിങ് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഉദാഹരണത്തിലേതുപോലെ അവിടെ പൂർത്തിയാക്കി കൊടുക്കണം. വേർതിരിച്ചാണ് അവിടെ നമുക്ക് വേർഡ്സ് തന്നത്. അത് സെന്റൻസ് പൂർത്തിയാക്കണം ഉദാഹരണത്തിലേതുപോലെ. ഫസ്റ്റ് അസബൂറത്തു നവറ ഇലൽ ഔലാദി, അത് നവറൽ ഔലാദു ഇല സബൂറത്തിൽ നിന്നും. അപ്പൊ അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം? വസലത്തിൽ ബനാത്തു ഇലൽ മദ്രസത്തി, വസലത്തിൽ മദ്രസത്തി, വസലത്തിൽ ബനാത്തു ഇലൽ മദ്രസത്തി, വസലത്തിൽ ബനാത്തു ഇലൽ മദ്രസത്തി, പെൺകുട്ടികൾ മദ്രസയിലേക്ക് എത്തിച്ചേർന്നു. അടുത്തതോ കതബദ്ദാരിസൂന ദർസ, പഠിതാക്കൾ പാഠം എഴുതി, പഠിതാക്കൾ പാഠം എഴുതി. ഇനി മുഫ്രദും ജംഉം, ഏകവചനവും ബഹുവചനവും. ദീനാറുൻ ഏകവചനം സ്വർണ്ണ നാണയം, ദനാനീർ ബഹുവചനം സ്വർണ്ണ നാണയങ്ങൾ, ലിസ്സുൻ കള്ളൻ, ലുസൂസുൻ കള്ളന്മാർ. ഈ താഴെ തന്നെ ഖുർആനിലെ ആയത്തിൽ നിന്ന് നമുക്ക് ഫേലിയായ ജുംല കണ്ടെത്തണം. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, അതിൽ ഫേലിയായ ജുംല ഇല്ല. തനസ്സലുൽ മലായികത്തു വറൂഹു ഫിഹ, അതിൽ തനസ്സലുൽ മലായികത്തു ആണ് ഫേലിയായ ജുംല വന്നത് മനസ്സിലാക്കാം. ഇനി താഴെ പകർത്തി എഴുതാം. ആദ്യം നമുക്ക് അതിന്റെ മേലെ കൂടെ മനസ്സിലാക്കാം. ഇന്ന സിദ്ഖ ഇഹ്ദി ഇലൽ ബിജി വ ഇന്നൽ ബിർറ ഇഹ്ദി ഇലൽ ജന്നതി, സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും എത്തിക്കും. അത് ആദ്യം അതിന്റെ മേലെ കൂടെ എഴുതുക. എന്നിട്ട് നമുക്ക് താഴെ അതുപോലെ അക്ഷരത്തിന്റെ ആകൃതിയും വലുപ്പം ഒക്കെ മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ എഴുതാം. പിന്നെ നമുക്കവിടെ മീനിങ് വന്നു. നമ്മൾ പാഠഭാഗത്തില് വായിച്ച ചെറിയ വേർഡ്സുകൾ. ഹറജ പുറപ്പെട്ടു, എത്ലുബു തേടുന്നു, അഴുത്തോ നൽകി, ദീനാറുൻ ഒരു സ്വർണ്ണ നാണയം, സാഫറ യാത്ര പോയി, കാഫിലത്തുൻ യാത്രാ സംഘം, അഹദ പിടിച്ചു, ലിസ്സുൻ കള്ളൻ, വന്ന വിചാരിച്ചു, അഹ്റജ പുറത്തെടുത്തു, ഹമല അല പ്രേരിപ്പിച്ചു, ഔസ വസിയത്ത് ചെയ്തു, ബക്ക കരഞ്ഞു, ഖാഫ യഖാഫു പേടിച്ചു, അസായോസി ധിക്കരിച്ചു. അതൊക്കെ മനസ്സിലാക്കാം. നമുക്ക് ഇത്രയാണ് പാഠഭാഗത്തിൽ വന്നത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.